ഇപ്പം ശീമച്ചക്കയുടെയൊക്കെ സീസണല്ലേ, അപ്പം ഒന്ന് അവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ രണ്ടായിട്ടാണ് അവിച്ചെടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലേക്ക് മധുരം ഇട്ടാണ് കേട്ടോ അവിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഉപ്പൊക്കെ ഇട്ട് അവിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഇഷ്ടം എപ്പോഴും മധുരം ഇട്ട് അവിക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് എല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈസായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാലെടുത്തിട്ട് അതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്ത് അപ്പം ഉപ്പൊക്കെ ചേർക്കുന്നതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ മധുരം ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചതിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സ്പൂൺ അരിപ്പൊടി ഒന്ന് തേങ്ങാപ്പാലിൽ മിക്സാക്കി വെക്കുന്നുണ്ട്. ശീമച്ചക്ക അടുപ്പിലിരുന്ന് അതൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് ഉപ്പ് ചേർത്ത് വേവിക്കുന്ന ചക്കയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നാം പാലും കൂടി ഒഴിച്ച് അടച്ച് വെച്ചേ. അപ്പം മധുരം ചേർക്കുന്നതിലായിട്ട് ഞാൻ നിറയെ അരിമാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് 1-2 ഏലക്കയും കൂടി തല്ലിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ക്രീം പരുവത്തിലുള്ള ശീമച്ചക്ക അവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം ചിലർക്കൊന്നും മധുരം പിടിക്കില്ല. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം. നമ്മൾ ഉപ്പ് ചേർത്തതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം തേങ്ങാപ്പാലിലല്ലേ ഒഴിച്ചിരിക്കുന്നത്, തേങ്ങാപ്പാൽ ഒഴിച്ചല്ലേ ചെയ്യുന്നത്. അപ്പം അതും രുചിയൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചക്കയാണ് അവിക്കുന്നത് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.